ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു കേക്ക് എന്ന് പറയുന്നത് നമ്മൾ ബേക്കിംഗ് ടൂൾസ് ഒന്നും ഉപയോഗിക്കുന്നില്ല, നമ്മളൊരു സ്പൂൺ വെച്ചിട്ടാണ് മെഷർ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു കേക്കാണ് കേട്ടോ. പിന്നെ വീട്ടിൽ തന്നെ ചെയ്തിട്ടുള്ള ക്രീമുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അതിന് മുന്നേ ആയിട്ട് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കേക്ക് റെഡിയാക്കി എടുക്കാനുള്ള പാത്രം ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു കേക്ക് ടിൻ എടുത്തുന്നേ ഉള്ളൂ. ഇതില്ലാന്നുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ ഒരു പാത്രം എടുക്കുക, അതിൽ നന്നായിട്ട് എണ്ണ തേച്ച് കൊടുക്കുക. അതിന് ശേഷം നിങ്ങൾക്ക് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് മൈദ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് ഒരുപോലെ ഒന്ന് തട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കേക്ക് ടിൻ റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ കേക്ക് ടിൻ ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ആരും വിഷമിക്കേണ്ട, ആ ഒരു രീതിയിൽ ചെയ്തിട്ടെടുത്താൽ മതി. ഇനി നമുക്ക് ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ വേണം. അതിലേക്ക് നമ്മൾ 2 മുട്ടയാണ് ചേർക്കുന്നത്. മുട്ട എടുക്കുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റായിട്ട് എടുത്ത് ചേർക്കരുത്, തണുപ്പ് മാറിയതിന് ശേഷം എടുക്കുക. പിന്നെ നല്ല ഡ്രൈ ആയിരിക്കണം, ബൗളിൽ വെള്ളമൊന്നും ഉണ്ടായിരിക്കരുത്. പിന്നെ ഈ ഒരു മുട്ട ഞാനിപ്പോൾ സാധാരണ ഒരു വിസ്ക് വെച്ചിട്ടാണ് ബീറ്റ് ചെയ്യാൻ പോകുന്നത്, ബീറ്ററൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് ഇതുപോലെ വിസ്ക് വെച്ചിട്ട് ഒന്ന് ചരിച്ച് പിടിച്ചിട്ട് ബീറ്റ് ചെയ്യാം. വിസ്ക് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോർക്ക് വെച്ച് ബീറ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിൽ ഇട്ടിട്ട് അടിച്ചെടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. പിന്നെ മിക്സിയിലാകുമ്പോൾ ഒരുപാട് അങ്ങ് ഫ്ലഫി ആയിട്ട് കിട്ടില്ല, അത് മാത്രമേ ഉള്ളൂ. എന്നാലും മിക്സിയിൽ ചെയ്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത്യാവശ്യം എന്തെങ്കിലും നമ്മൾ ഇതുപോലെ ഒന്ന് ചരിച്ച് പിടിച്ച് ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇതങ്ങ് പതഞ്ഞ് വരാനായിട്ട് തുടങ്ങും. അപ്പോൾ അത് നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിനകത്തേക്ക് പൊടിച്ചിട്ടുള്ള പഞ്ചസാര ചേർക്കണം. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ എല്ലാവരുടെ വീട്ടിലുള്ള ഇതുപോലൊരു സ്പൂണാണ് നമ്മൾ അളക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്പൂണിന് നമ്മൾ മൊത്തം 6 സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പോൾ അതിൽ ഒരു 2 സ്പൂൺ വീതം ചേർത്തിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ ആദ്യം 2 സ്പൂൺ ചേർത്തു, ഒന്ന് നന്നായി ബീറ്റ് ചെയ്തു, പിന്നെ ഒരു 2 സ്പൂൺ ചേർത്തു, പിന്നെയും ചേർത്തു. അങ്ങനെയാണ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾ മിക്സിയിലാണെങ്കിൽ മുട്ട അടിച്ചതിന് ശേഷം പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് അടിച്ചെടുത്താൽ മതി. അപ്പോൾ പഞ്ചസാര നമ്മൾ മൊത്തം ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് അതേ സ്പൂണിന് തന്നെ ഒരു 4 സ്പൂൺ ഓയിലാണ്. ഓയിൽ ചേർക്കുമ്പോൾ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർക്കുക, പക്ഷേ വെളിച്ചെണ്ണ ചേർക്കരുത്. ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് വരും കേക്കിന്. അപ്പോൾ വെളിച്ചെണ്ണ അല്ലാതെ ഏതെങ്കിലും സൺഫ്ലവർ ഓയിലോ സോയാബീൻ ഓയിലോ ഒക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിനകത്തേക്ക് ഒരു 1/2 സ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിൽ വേണമെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാനൊരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതിനകത്തേക്ക് അരിച്ച് ചേർക്കണം. അപ്പോൾ അതേ സ്പൂണിന് തന്നെ നമ്മളൊരു 6 സ്പൂൺ മൈദയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് മൈദയ്ക്ക് പകരം വേണമെങ്കിൽ ഗോതമ്പൊടി വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 6 സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ 6 സ്പൂൺ മൈദ ചേർക്കുക. അതിൻ്റെ കൂടെ തന്നെ ആ സ്പൂണിന് 2 സ്പൂൺ നിറയെ കൊക്കോ പൗഡർ ചേർക്കുക. പിന്നെ കൊക്കോ പൗഡർ ചേർക്കുമ്പോൾ നല്ല ഡാർക്ക് കൊക്കോ പൗഡർ കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. എൻ്റെ ഇപ്പം അത്രയും കളറില്ല, നിങ്ങൾക്ക് ഡാർക്ക് ചേർക്കുവാണെങ്കിൽ നല്ല കളർ കിട്ടും നമ്മുടെ കേക്കിന്. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് നന്നായിട്ട് യോജിപ്പിച്ച് നരിച്ച് ചേർക്കണം. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അങ്ങ് ചേർത്തു എന്നേ ഉള്ളൂ, ഇതിപ്പോൾ ഒരുപാടൊന്നും ഇല്ലല്ലോ. എന്നിട്ട് ഇതുപോലെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ സാധാരണ വീട്ടിലുള്ള മരത്തിൻ്റെ കയ്യിൽ ഉപയോഗിച്ചിട്ടാണെങ്കിലും മിക്സ് ചെയ്തെടുത്താൽ മതി ഇതുപോലെ. പിന്നെ നമ്മൾ മിക്സിയിലാണ് മുട്ട അടിച്ചെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ സമയത്ത് നമ്മൾ കുറച്ച് പാല് ചേർക്കേണ്ടി വരും. എനിക്കിപ്പോൾ ഇവിടെ പാലൊന്നും ചേർക്കേണ്ടി വന്നിട്ടില്ല, നമ്മുടെ ആ മുട്ടയുടെ മിക്സ് കൊണ്ട് തന്നെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്കൊരു ചെറിയ സ്പൂണിന് ഒരു 1/4 സ്പൂൺ ബേക്കിംഗ് സോഡ വേണം. വളരെ കുറച്ച് മതി, അതൊരു ചെറിയ സ്പൂണിനാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കേക്കിലേക്ക് ഒഴിക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ കേക്ക് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ചേർക്കുന്നത്. അത് ചേർത്തിട്ട് പതുക്കെ ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കേക്കിൽ നമ്മൾ ബേക്കിംഗ് പൗഡർ ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ കേക്കിൻ്റെ ബാറ്റർ ഇതുപോലെയാണ് ഉള്ളത്. ഇനി നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ നമ്മൾ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മിക്സിയിലാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ കുറച്ച് പാലൊഴിച്ചിട്ട് ബാറ്റർ കറക്റ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ 2 വട്ടം ഒന്ന് ടാപ്പ് ചെയ്തുകൂടെ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ബേക്ക് ചെയ്യാൻ പോകുന്നത് ഇതുപോലൊരു കുക്കറിലാണ്. അപ്പോൾ അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒരു സ്റ്റാൻഡ് വെച്ച് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ചൂടായ കുക്കറിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ കേക്ക് ടിൻ ഇറക്കി വെക്കുന്നത്. എന്നിട്ട് ഇത് അടച്ച ശേഷം നമ്മൾ വിസിലിടരുത്. വിസിലിടാതെ നമ്മൾ ഒരു
25 മുതൽ 30 മിനിറ്റ് ലോ ഫ്ലെയിമിലാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഒരു 25 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ 30 മിനിറ്റ് ആകുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കത്തി വെച്ചിട്ടോ ഒരു സ്ക്വയർ വെച്ചിട്ടോ ഒന്ന് കുത്തി നോക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് തണുത്ത ശേഷം മാത്രം നമ്മൾ കേക്ക് ടിന്നിൽ നിന്ന് പുറത്തേക്ക് എടുത്താൽ മതി. എന്നിട്ട് നമ്മുടെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. നന്നായിട്ട് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് കേക്കാണ്. അപ്പോൾ നമുക്കിതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് ഞാൻ മുകളിലത്തെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഞാൻ ത്രെഡ് വെച്ചിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. അപ്പോൾ നമ്മുടെ കേക്ക് 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട വിപ്പിംഗ് ക്രീം വേണം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വിപ്പിംഗ് ക്രീം ചെയ്തിട്ടുണ്ടായിരുന്നു മുട്ടയുടെ വെള്ള വെച്ചിട്ട്. ഞാനിപ്പോൾ അതാണ് ചേർക്കുന്നത്. അതല്ലാതെ ഒരുപാട് വിപ്പിംഗ് ക്രീമിൻ്റെ വീഡിയോസ് ഉണ്ട് നമ്മുടെ ചാനലിൽ. അപ്പോൾ മൈദ വെച്ചിട്ടും അതുപോലെ ബട്ടർ വെച്ചിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വിപ്പിംഗ് ക്രീം ട്രൈ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന വിപ്പിംഗ് ക്രീം വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ വിപ്പിംഗ് ക്രീമിൻ്റെയൊക്കെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കി ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരു പ്ലേറ്റിൽ കുറച്ച് ക്രീം ആക്കി കൊടുത്തിട്ട് നമ്മുടെ ഒരു ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ മുകളിലത്തെ ലെയറാണ് താഴെ വെച്ചിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ കേക്ക് ഒന്നും കൂടെ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഷുഗർ സിറപ്പ് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സാധാരണ ഒരു കത്തി വെച്ചിട്ട് ആണ് ഞാനിതുപോലെ സ്പ്രെഡ് ചെയ്യുന്നത്. വേറെ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് വീതിയുള്ളൊരു കത്തി വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് മുകളിലേക്കായിട്ട് ഞാൻ കുറച്ച് നമ്മുടെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ചോക്ലേറ്റ് അല്ലെങ്കിൽ ചെറിയൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റാണ് കേട്ടോ കേക്ക് കഴിക്കുന്ന സമയത്ത്. ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ താഴത്തെ ലെയർ വെച്ച് കൊടുക്കുക. അപ്പോൾ മുകൾ ഭാഗം നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അതിൽ നന്നായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള ക്രീമെല്ലാം സൈഡിലും മുകളിലൊക്കെ ആയിട്ട് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം നന്നായി കവർ ചെയ്തിട്ടുണ്ട്. ഞാനിതുപോലെ ഒരു കാർഡ് വെച്ചിട്ടാണ് ഇത് ലെവൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രാപ്പറൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ സ്ക്രാപ്പർ വീട്ടിൽ തന്നെ വേണമെങ്കിലും തയ്യാറാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു കാർഡ് ഉണ്ടെങ്കിൽ അത് സുഖമായിട്ട് നമുക്കിതുപോലെ അത്യാവശ്യം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും. അതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു മണിക്കൂറൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി സെറ്റ് ചെയ്തെടുക്കുക. അതിന് ശേഷം ഞാനിപ്പോൾ ഇതിന് മുകളിൽ ഫുള്ളായിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത ഡാർക്ക് ചോക്ലേറ്റ് വെച്ചിട്ട് കവർ ചെയ്യാൻ പോവുകയാണ് കേക്ക്. അപ്പോൾ ഡെക്കറേഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. അപ്പോൾ ആ ഒരു ക്രീം വെച്ചിട്ട് നമുക്ക് ഫുൾ കവർ ചെയ്തെടുക്കാനാണ് പറ്റിയിട്ടുള്ളത്. എന്നിട്ട് ഞാൻ ഫുൾ ഡാർക്ക് ചോക്ലേറ്റ് വെച്ച് അപ്പോൾ നമ്മൾ കേക്ക് ഫുള്ളായിട്ട് ചോക്ലേറ്റ് വെച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന് മുകളിലായിട്ട് വേണമെങ്കിൽ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ബിസ്ക്കറ്റ് വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഫ്ലവർ കൊണ്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബിസ്ക്കറ്റ് വെച്ചിട്ടുള്ള ഫ്ലവറിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. എങ്കിൽ ഇതിൽ ഞാൻ ചെറുതായിട്ട് കാണിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ മാരി ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് ബിസ്ക്കറ്റൊക്കെ എടുക്കാം. അപ്പോൾ ആ ഒരു കളറിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ മാരി ബിസ്ക്കറ്റ് നമുക്കൊരു 10 എണ്ണം വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് പൊടിച്ചിട്ടെടുക്കണം. അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റൊക്കെ ഇവിടെ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമ്മൾ കുറേശ്ശെയായിട്ട് പാല് ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചിട്ടെടുക്കണം. അപ്പോൾ പാല് ചേർക്കുമ്പോൾ ഒരുമിച്ച് ചേർക്കരുത്, കുറേശ്ശെയായിട്ട് ചേർക്കുക. കാരണം ബിസ്ക്കറ്റ് ആയതുകൊണ്ട് അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോവും. അപ്പോൾ കുറേശ്ശെയായിട്ട് പാലൊഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ കുഴച്ചിട്ടെടുക്കുക. കുറച്ച് കട്ടിയുള്ളൊരു മാവായിട്ട് വേണം നമ്മൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടെടുക്കുക. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ട് അതൊന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ നമ്മുടെ പെറ്റൽസ് പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഓരോന്നായിട്ട് പരത്തി എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 5 എണ്ണം അല്ലെങ്കിൽ 6 എണ്ണം വരെ നമുക്കിതുപോലെ ചെയ്തിട്ടെടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു 5 എണ്ണം അല്ലെങ്കിൽ 6 എണ്ണം വെച്ച് കൊടുത്ത ശേഷം ഒരു ഭാഗത്തു നിന്നായിട്ട് ഇതുപോലെ നല്ല ടൈറ്റായിട്ട് അങ്ങ് റോൾ ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ റോൾ ചെയ്തെടുത്ത ശേഷം നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് 2 ഫ്ലവർ കിട്ടും. അപ്പോൾ ഇതാ ഒരു ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 റോസ് ഫ്ലവർ കിട്ടും. അപ്പോൾ അതാ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഇതിന് കളറില്ലാത്തതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് ഇതിനൊരു റെഡ് കളർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കളർ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കളർ കൊടുക്കുവാണെങ്കിൽ നമുക്കൊരു റെഡ് ഫ്ലവർ പോലെ നമുക്ക് വെക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. അപ്പോൾ നമുക്ക് വിപ്പിംഗ് ക്രീമൊക്കെ വെച്ചിട്ട് റോസ് ഫ്ലവറൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ ഒരു രീതിയിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ കേക്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ആണ് കാണാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക്. ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തുകൂടെ കാണിച്ചു തരാം.
നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരു ബർത്ത്ഡേ ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ബേക്കിംഗ് ടൂൾസോ കാര്യങ്ങളോ ഒന്നും വേണ്ട ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. അപ്പോൾ കേക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫോട്ടോസൊക്കെ മെയിൽ ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ ഒരു റെഡ് കളറിലൊരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്. അതൊന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും. അത് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം നല്ലൊരു റെസിപ്പി ആയിട്ട്. താങ്ക്